सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं वन्दे मातरं। भारत माता की जय। ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കാൻ ശ്രീ പി കെ കൃഷ്ണദാസിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന വ്യക്തികൾക്ക് നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിഷൻ ഡോക്യുമെന്റ് അതിന്റെ ഔപചാരികമായ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം കേരളം മാറി മാറി ഭരിച്ച കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടികളും അവരുടെ മുന്നണികളും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അർത്ഥത്തിലും പരിതാപകരമായ പതനത്തിലെത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള മുന്നണികളുടെ നയപരിപാടികളിൽ മൌലികമായ യാതൊരു വ്യത്യസ്തതയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ സംസ്ഥാനം ഇത്രയും അധപ്പതിച്ചു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDFും LDFും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രകടന പത്രിക, അതിന്റെ കവർ പേജിൽ ഉള്ള അക്ഷരങ്ങളിലെ ചില വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പ്രഖ്യാപനങ്ങൾക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കോ അല്ലെങ്കിൽ പദ്ധതികൾക്കോ പരിപാടികൾക്കോ മൌലികമായ യാതൊരു വ്യത്യസ്തതയും ഇല്ല. സത്യത്തിൽ ഒരു മുന്നണിയുടെ ഘടകകക്ഷികളാണ് കോൺഗ്രസും CPMും അതുപോലെ UDF LDF ഘടകകക്ഷികൾ എന്നുള്ളത് നമുക്കവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രകടന പത്രിക ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള വിഷൻ ഡോക്യുമെന്റ് എല്ലാ അർത്ഥത്തിലും തകർന്നുപോയ ഈ കേരളത്തെ എല്ലാ അർത്ഥത്തിലും വികസനത്തിന്റെ രാജപാതയിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മാർഗദർശന രേഖ തന്നെയാണ്. ഒരു പുതിയ കേരളം എന്നുള്ള സുന്ദരമായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രായോഗികവും ശാസ്ത്രീയവുമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമാണ് ഈ വിഷൻ ഡോക്യുമെന്റിൽ മാർഗദർശന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രേഖയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ്, പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിഷൻ ഡോക്യുമെന്റിന്റെ ഉദ്ഘാടന കർമ്മം, പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ അരുൺ ജെയ്റ്റ്ലി അവർകളാണ്. ഈ വിഷൻ ഡോക്യുമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ ആദരവപൂർവ്വം ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ തന്റെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ സമ്പന്നമാക്കുന്ന കേന്ദ്ര മന്ത്രിയും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിന്റെ പ്രത്യേകമായ ചുമതല വഹിക്കുന്ന
ശ്രീ രാജീവ് പ്രതാപ് റൂഡിജി അവർകളെയും ഞാൻ ആദരവപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേശീയ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖർജി അവർകളാണ്. അദ്ദേഹത്തെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കൂടിയായ ശ്രീ ഒ രാജഗോപാൽജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള BDJSന്റെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ PC തോമസ് അവർകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. JSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLA കൂടിയായ ശ്രീമാൻ രാജൻ ബാബു അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറും കഴക്കൂട്ടം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ V മുരളീധരൻ അവർകളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം LJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ആസിഫ്, സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജേന്ദ്രൻ VV, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ ശ്രീ കുരുവിള മാത്യു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KK പൊന്നപ്പൻ, NDP സെക്യുലർ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ B പ്രേമാനന്ദൻ, സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ S സുവർണകുമാർ, RLSP സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കടവിൽ ചന്ദ്രൻ എന്നിവരെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കന്മാര് ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ജീവിതത്തിന്റെ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് താരം ശ്രീ ശ്രീശാന്ത് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം ആവേശപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യോഗ നടപടികൾ നിയന്ത്രിക്കാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ കുമ്മനം രാജശേഖർജി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. താങ്ക് യു സർ. ഇനി നമുക്ക് വികസന രേഖയിലേക്ക് കടക്കാം. വികസന രേഖ തയ്യാറാക്കിയ രീതിയെപ്പറ്റി അതിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ എന്റെ കേരളം പ്രോഗ്രാം കൺവീനർ ശ്രീ ചന്ദ്രൻ NK സ്വാഗതം ചെയ്യുന്നു. Dear friends, to speak to us about the evolution of the vision document, we've invited on stage Sri Chandran NK, Ende Kerala Program Convener. എല്ലാവർക്കും നമസ്കാരം. വികസന രേഖയും പ്രകടന പത്രികയും തയ്യാറാക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. NDAയും വികസന രേഖ തയ്യാറാക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ തന്നെ നമ്മളതിനെക്കുറിച്ച് NDAയുടെ ഭാരവാഹികളൊക്കെ ഇരുന്ന് വളരെ വിശദമായി NDAയുടെ തെരഞ്ഞെടുപ്പ് പത്രിക എങ്ങനെയായിരിക്കണം, എങ്ങനെയാണത് ജനങ്ങൾക്കുള്ള വാഗ്ദാനങ്ങളെയും ജനങ്ങളുടെ പ്രതീക്ഷകളെയും നിറവേറ്റാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി
ആലോചിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് NDAയുടെ നേതാക്കന്മാർക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നോ രണ്ടോ വ്യക്തികളോ ഒന്നോ രണ്ടോ നേതാക്കന്മാരോ കുറച്ചുപേർ കൂടിച്ചേർന്ന് തയ്യാറാക്കുന്ന ഒരു പ്രകടന പത്രിക, അത് എത്ര തന്നെ പൂർണ്ണമായി കഴിഞ്ഞാലും ജനങ്ങളുടെ പ്രതീക്ഷയും ജനങ്ങളുടെ അല്ലെങ്കിൽ ഭരണനിർവഹണം നടക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയെ പൂർത്തീകരിക്കാൻ മാത്രം സാധ്യമാകുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത് NDAയുടെ പ്രകടന പത്രിക തയ്യാറാക്കേണ്ടത് മറ്റാരുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പ്രകടന പത്രിക തയ്യാറാക്കേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ NDAയുടെ പ്രകടന പത്രിക മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ കേരളത്തിൽ NDAയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. ഈ ജനങ്ങളുടെ കയ്യിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഭാവി കേരളത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളൊരു നീണ്ട ഒരു പ്രോസസ്സിലൂടെ കടന്നുപോവുകയുണ്ടായി. ആ പ്രോസസ്സാണ് നമ്മൾ എന്റെ കേരളം എന്ന് പറഞ്ഞ ഒരു പരിപാടിയായി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. എന്റെ കേരളം എന്ന് പറഞ്ഞ് കേരളത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെയും പൊതുജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മുടെ NDA നേതാക്കന്മാരുമായും കുമ്മനം രാജശേഖരൻ ചേട്ടനുമായും പങ്കുവെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ NDA പ്രകടന പത്രിക അങ്ങനെ അതിനെയൊക്കെ ഇതിനെ ഭാഗമാക്കുകയും ചെയ്തു. അതിന് പുറമെ ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും മറ്റ് സംവിധാനങ്ങളെല്ലാം വഴി ഇമെയിൽ വഴിയും ഒക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും അങ്ങനെ ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അവസാനം ക്രോഡീകരിക്കുക എന്നുള്ള ചെറിയൊരു പണി മാത്രമാണ് ഞങ്ങൾ കുറച്ചുപേർ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ക്രോഡീകരിച്ചുണ്ടാക്കിയ ഒരു പ്രകടന പത്രികയാണ് ഇത് ഇന്ന് ജനങ്ങളുടെ മുൻപാകെ നമ്മൾ വെക്കുന്നത്. ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി സഹകരിച്ച, അഭിപ്രായം പറഞ്ഞ, ഞങ്ങളോട് അഭിപ്രായം അറിയിച്ച, എഴുതിയും നേരിട്ടും അല്ലാതെയും ഒക്കെ പറഞ്ഞ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പ്രകടന പത്രിക ജനങ്ങളുടെ പ്രകടന പത്രികയാണ് ഇവിടെ ജനങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. നന്ദി ശ്രീ ചന്ദ്രൻ. ഇനി വികസന രേഖ പ്രകാശന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. അതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, we're moving on towards the vision document of NDA release by none other than the Honorable Union Minister for Finance, Shri Arun Jaitley. That's the release of NDA vision document. Thank you, sir. ഇനി വികസന രേഖയിലെ പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കുമ്മനം രാജശേഖരൻ സർ.
ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിജി, കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റോഡിജി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാരാധ്യരായ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉജ്ജ്വലരായ നേതാക്കന്മാരെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഈ കുതിച്ചുചാട്ടം. സർവ്വമേഖലകളിലും സമൂലമായ പരിവർത്തനവും നവോത്ഥാനവും ഉണ്ടാവുക എന്നുള്ളതാണ് NDAയുടെ ലക്ഷ്യം. ഈ കേരളം 60 വർഷം ഭരിച്ച എല്ലാ രാഷ്ട്രീയ മുന്നണികളും എല്ലാ രംഗങ്ങളിലും ഉണ്ടാക്കിവെച്ച വിനകളും വിനാശവും മുരടിപ്പും ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു വരികയാണ്. അതിന്റെ തിക്തഫലം, അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു വരികയാണ്. ഈ കേരളത്തിനൊരു വിമോചനം ആവശ്യമാണ്, ഒരു മാറ്റം. കേരളത്തിലെ ജനങ്ങൾ കേഴുന്നു ഒരു മാറ്റത്തിനു വേണ്ടി. എല്ലാ രംഗങ്ങളും തകർന്നു കഴിഞ്ഞു. കാർഷിക രംഗം, വാണിജ്യ രംഗം, വ്യാപാര രംഗം, വ്യവസായ രംഗം, വിദ്യാഭ്യാസ രംഗം, സമ്പദ് രംഗം എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉയർച്ചയുടെ, പുരോഗതിയുടെ നേർവഴിയിലൂടെ സഞ്ചരിച്ച് അവരെല്ലാം സ്വയം പര്യാപ്തമാകുമ്പോൾ കേരളം മാത്രം മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയുകയാണ്. നമ്മുടെ 60 വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് നാടിനെ സമ്മാനിച്ചതെന്താണ്? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, കയറിക്കിടക്കാനൊരിടമില്ല, ഭൂമിയില്ലാത്തവർ നിരവധി, ചെയ്യാനൊരു തൊഴിലില്ലാത്ത എത്രയോ എത്രയോ ആളുകൾ. തൊഴിലില്ലായ്മ ഇന്ന് രൂക്ഷമാണ്. വറ്റിക്കിടക്കുന്ന 43 നദികൾ, മണ്ണിട്ട് മൂടിയ എത്രയെത്രയോ പാടശേഖരങ്ങൾ, കയ്യേറ്റക്കാർ സ്വന്തമാക്കി കൈയടക്കിയ എത്രയോ എത്ര വനഭൂമികൾ, എല്ലാം നഷ്ടപ്പെട്ടുപോയ നമ്മുടെ പാവപ്പെട്ട നിരാലംബരായ ആദിവാസി സഹോദരങ്ങൾ, പട്ടികജാതി സഹോദരങ്ങൾ, പിന്നോക്കക്കാർ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിയുന്നവർ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയി. ഈ ജനങ്ങൾക്കൊരു വിമോചനം വേണം. NDA മുന്നോട്ട് വെക്കുന്നത് അവരെയെല്ലാം കണ്ടുകൊണ്ടാണ്. അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും തൊഴിലിനും നീതിക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ്. നല്ലൊരു കേരളം ഉണ്ടാകണം, നല്ല നാളേക്ക് വേണ്ടി. ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഒരു വികസന രേഖ, ഒരു വിഷൻ ഡോക്യുമെന്റ്. അത് ജനങ്ങൾ തയ്യാറാക്കിയതാണ്. ഏതെങ്കിലും വലിയ സാമ്പത്തിക വിദഗ്ധന്മാരും രാഷ്ട്രീയ നേതാക്കളും മുറിയിലിരുന്നു കൊണ്ട് അവരുടെ ബുദ്ധിയുടെ വ്യായാമത്തിലൂടെ തയ്യാറാക്കിയതല്ല. ഇത് ജനങ്ങളുമായി സംവദിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട്, അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും പങ്കുവച്ച് തയ്യാറാക്കിയ വികസന രേഖയാണ്. ഇതിൽ വളരെ പ്രധാനമായും 10 കർമ്മപരിപാടികളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. 70 ലക്ഷം ജനങ്ങൾ ഇന്ന് കേരളത്തിൽ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളായ ഭൂമിയും പാർപ്പിടവും കുടിവെള്ളവും പോലും നിഷേധിക്കപ്പെട്ടവരാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കുക, ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഏറ്റവും പരമപ്രധാനമായി NDA അധികാരത്തിലേറിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പ്രഖ്യാപിക്കാൻ
ഉദ്ദേശിക്കുന്നത് രണ്ടാം ഭൂപരിഷ്കരണമാണ്. ഈ കേരളത്തിൽ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമം കാലഹരണപ്പെട്ടു പോയതാണ്. മുഴുവൻ ഭൂരഹിത കുടുംബങ്ങൾക്കും 2 വർഷത്തിനുള്ളിൽ ഭൂമി ലഭ്യമാക്കുക, അങ്ങനെ രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക. പഞ്ചായത്ത് പരിധിയിൽ 20 സെന്റ്, മുനിസിപ്പാലിറ്റികളിൽ 10 സെന്റ്, കോർപ്പറേഷനിൽ 5 സെന്റും ഭൂമി വിതരണം ചെയ്യും. ഇതിനാവശ്യമായ ഭൂമി കണ്ടെത്തുന്നതിനായി സർക്കാർ അധികാരം ഏറ്റ് 6 മാസത്തിനുള്ളിൽ ലാൻഡ് ബാങ്ക് പദ്ധതി പൂർത്തിയാക്കുന്നതാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ 60,000 ഏക്കർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി പാർപ്പിട പദ്ധതിയാണ്. കയറിക്കിടക്കാൻ ഒരിടമില്ലാത്ത നിരവധി ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. മുഴുവൻ ഭവനരഹിതർക്കും ജീർണാവസ്ഥയിലുള്ള വീടുകളിലും കഴിയുന്നവർക്കായി ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു പാർപ്പിട പദ്ധതി ആവിഷ്കരിക്കും. 3 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു വീടിന് 5 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് 150 തൊഴിൽ ദിനങ്ങളും ലഭ്യമാക്കും. ആദിവാസി സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു കർമ്മ പദ്ധതി തന്നെ പ്രഖ്യാപിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ തൊഴിൽരഹിതരായ മുഴുവൻ ആദിവാസി യുവാക്കൾക്കും സർക്കാർ ജോലി നൽകും. 5 വർഷം കൊണ്ട് മുഴുവൻ ആദിവാസി കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും. 5 വർഷത്തിനുള്ളിൽ ആദിവാസി സമൂഹത്തിനിടയിൽ നിന്നും 1000 എഞ്ചിനീയർമാർ, 500 അധ്യാപകർ, 100 ഡോക്ടർമാർ, 50 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി എന്നിവരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സമഗ്രമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കാർഷിക രംഗത്ത് ഒരു സമഗ്രമായ പരിവർത്തനമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മധ്യപ്രദേശ് മാതൃകയിൽ കർഷകർക്ക് 3 ലക്ഷം രൂപയുടെ പലിശരഹിത കാർഷിക വായ്പ നൽകും. ഇതിനായി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കും. തീരദേശ മേഖലയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് തീരദേശ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനുമായി വേണ്ടി 10,000 കോടി രൂപയുടെ പാക്കേജ്. ട്രോളിംഗ് നിരോധന ധനസഹായം 2,700 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിക്കും. 1 ലക്ഷം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് മുദ്രാ പദ്ധതിയുമായി സഹകരിച്ച് 1 ലക്ഷം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി യുവാക്കൾക്ക് യാതൊരു ഈടുമില്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി 1,000 കോടി രൂപ. ഓരോ വർഷവും 200 സ്റ്റാർട്ടപ്പുകൾ. പരമ്പരാഗത വ്യവസായ തൊഴിൽ മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ പാക്കേജ്. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കൈത്തറി, കശുവണ്ടി, ആറന്മുള കണ്ണാടി തുടങ്ങിയ മേഖലകളുടെ പുനരുജ്ജീവനത്തിനും വികസനത്തിനും 10,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കായി ബ്രാൻഡ് കേരള എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിക്കുകയും ദേശീയ അന്തർദേശീയ വിപണിയിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യും. പരമ്പരാഗത തൊഴിൽ മേഖലകളായ ആശാരിപ്പണി, കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, വാർക്കപ്പണി, മൺപാത്ര നിർമ്മാണം തുടങ്ങിയവയുടെ സംരക്ഷണത്തിനായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കും. മന്നം സ്കോളർഷിപ്പ്. ജാതിമത ഭേദമന്യേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ പേരിൽ സ്കോളർഷിപ്പ് പദ്ധതി. കോളേജ് വിദ്യാർത്ഥികൾക്ക് 36,000 രൂപയും ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്ക് 24,000 രൂപയും UP വിദ്യാർത്ഥികൾക്ക് 12,000 രൂപയും LP വിദ്യാർത്ഥികൾക്ക് 6,000 രൂപയും വാർഷിക സ്കോളർഷിപ്പ്. 24 മണിക്കൂറും മുടങ്ങാതെ കുടിവെള്ളം. 1 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും 24 മണിക്കൂറും മുടങ്ങാതെയുള്ള കുടിവെള്ളം ഉറപ്പാക്കും. ഇതിനായി മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ കുടിവെള്ള പദ്ധതികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുവാനും പുനരുജ്ജീവിപ്പിക്കുവാനുമായി കേന്ദ്ര സഹായത്തോടെ ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കും. ചേരിരഹിത കേരളം. ചേരിരഹിത കേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി 2 വർഷത്തിനുള്ളിൽ പൂർണ്ണമായി ഗവൺമെന്റ് ഫണ്ടിങ്ങോടുകൂടി 10,000 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കും. 24 മണിക്കൂർ കുടിവെള്ളം, പാചകവാതക പൈപ്പ് ലൈൻ, പ്രാഥമികാരോഗ്യ കേന്ദ്രം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വ്യായാമശാല എന്നിവ ഉൾപ്പെടുന്ന മിനി ടൌൺഷിപ്പുകളാക്കി ചേരികളെ മാറ്റും. ഈ 10 പരിപാടികളാണ് പ്രധാനമായിട്ടും അതിലെ പോയിന്റുകൾ. ഓരോ കാർഷികം, തീരദേശം, വ്യവസായം, തൊഴിൽ, പട്ടികജാതി ക്ഷേമം, പിന്നോക്ക സമുദായ ക്ഷേമം തുടങ്ങി വനിതാക്ഷേമം തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ കർമ്മ പദ്ധതി ഈ വികസന രേഖയിലുണ്ട്.
സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ മുഴുവൻ വായിക്കുന്നില്ല. ഇതിന്റെ ഈ വികസന രേഖ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നവോത്ഥാനത്തിനും ഒരു മാറ്റത്തിനും തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തകർന്നുപോയ കേരളം, എല്ലാ രംഗത്തും മുരടിപ്പ് സംഭവിച്ചുപോയ കേരളത്തെ കൈക്ക് പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കെട്ടുറപ്പുള്ള സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നിലയിൽ നിന്നും കേരളത്തെ മാറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഈ മണ്ണിൽ ജീവിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈ വികസന രേഖയിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. തീർച്ചയായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. മഹാനായ അംബേദ്കർ വിഭാവനം ചെയ്ത സാമൂഹ്യ സമത്വത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ഉജ്ജ്വലമായ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സർവതോമുഖമായ പുരോഗതി കൈവരിക്കുവാൻ വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഈ വികസന രേഖ സമർപ്പിക്കുകയാണ്. ജനസമൂഹത്തിന്റെ മുന്നിൽ അവരുടെ എല്ലാം അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്തേ. വളരെ നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻജി. ഇന്ന് നമ്മളോടൊപ്പം JRSന്റെ വർക്കിംഗ് ചെയർമാൻ ശ്രീ EP കുമാരദാസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക സ്വാഗതം ചടങ്ങിലേക്ക്. ഇനി ഇന്നത്തെ മുഖ്യ പ്രഭാഷണം. ഇതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ സ്വാഗതം ചെയ്യുന്നു. To propose keynote address, may I invite Honorable Union Minister for Finance Shri Arun Jaitley. Well, thank you very much for all being here. It's my pleasure to be in the midst of all my colleagues for the release of the vision document of the National Democratic Alliance for the elections to the Kerala State Assembly. It's always a pleasure to be in this state, which is unquestionably one of the most beautiful parts of India. Not only is the state blessed with nature, it's also blessed with a great coastline, particularly on the western coast. And historically, there is a lot more economic activity on the west coast itself. It's also blessed with one of the best manpower resources available in this country. The human resource available in the state of Kerala is unquestionably rated as extremely superior. And therefore, with all these assets, historically Kerala should have been the most prosperous state in the country. And this has been a great debate in all minds, that despite all these advantages, this did not happen. And I do believe this did not happen for two good reasons. The first was that the economic model created by the left was not a developmental model.
the alternative model did not exist. The Congress or the UDF broadly followed the same line. Their domination in politics was not based on any developmental politics, but was based on an emphasis to keep certain vote banks with them, particularly on a sectarian appeal. And when you have insured vote banks based on a sectarian appeal, you don't have to rely much on performance. And that is how decade after decade the politics of Kerala has proceeded. To be more candid, the state has been let down by its politics. Under these circumstances, the Bharatiya Janata Party, along with some of its friendly organizations, has been fighting a lone battle. But this was a very challenging battle all these decades. In terms of cadre strength, we had a very strong cadre. We even had a lot of popular appeal and a lot of goodwill. But when politics was polarized between two fronts, it was historically very difficult for a third party by itself to reflect its real support and goodwill in the electoral results. So despite large number of cadres, very large number of rallies, ability to get a lot of support, that strength was never being reflected in really the votes. And therefore it has taken decades of struggle for us to cross a basic minimum. It's only when you cross that basic minimum, which is the hump, that your natural support plus others start coming back to you. For the first time, this was reflected in the Lok Sabha elections of 2014, when we increased our vote base. It was also reflected in the local bodies election last year. And therefore, the BJP that you have now has crossed a particular threshold. We have taken a new initiative, and as a part of the new initiative, we have 11 other political groups, each one having a state level or a local influence, becoming a part of the National Democratic Alliance. We greatly value the incremental addition of each one of them. And together, the buzz is very clear. There is a lot of debate
both nationally and in the state, as to whether the days of bipolar politics in Kerala are over. They indeed are. Kerala is now decisively heading for a tripolar election. And there are most electoral pockets in the state where the influence of the BJP and the NDA is going to be greatly realized. What change is it going to make? Just now the details of our vision document have been given to you. We want the economic prosperity of the state, and in particular, we are very clear that each one of the measures of this economic prosperity has to be extended particularly to those vulnerable groups which have fallen by the way, both in social and economic prosperity. And therefore, the tribals, the Dalits, the backwards are going to be the main focus of our programs we believe that the NDA has to give an alternative politics to the state of Kerala. In the first instance, as I said, this is really Kerala's first tripolar election. There is not much difference between the original two bipolar players. The Congress and the left are natural bedfellows. From 2004 to 2009, they were together as far as New Delhi was concerned. The UPA ruled with the support of the left. In fact, it was the left that kept them alive in power. Every day in Parliament I see a joint strategy between the two. The ideological dilution of the left is not merely a global factor. Globally, the philosophy of Marxism has been rejected world over. The political model collapsed in the erstwhile Soviet Union. The economic model there had to be replaced. The economic model had to be abandoned in China. In India, they were trying to hold on to three regions of West Bengal, Kerala and Tripura. But ultimately in West Bengal, both of them had to come together. And I have no doubt in my mind that just as the challenge
to their electoral bases in West Bengal, brought the two together, the more Kerala advances towards the tripolar politics, the closer will the Congress and the left become. In any case, whether it is industry or it is utilizing the resource, the coastal resource of the state, or it is expanding the service sector of the state, which is natural to a state with a good manpower quality, or it is emphasizing on the agriculture as has been done just now in the presentation by my party president. The economic growth of Kerala has to take place within Kerala. Kerala can't be just an exporter of manpower resource. It has to use that resource within. Alternative LDF, UDF governments have resulted in that. And therefore, we do believe that time for an alternative politics, alternative alliance has now come. So far, we have only been contenders for some increase in vote and trying to enter the assembly. This time, the level of our ambition is much higher. And our impact on the politics of the state will be significant. And I'm sure this new wave of politics where youth is being attracted towards us, weaker sections of the society are gravitating towards us, a very significant political change in the state is going to take place. I have great pleasure, along with all my colleagues, in launching the vision document. I am sure you will have some questions. If there are queries with regard to specific points on the vision document, some of my colleagues will also take the questions. If there are any questions addressed to me, I'll be too happy to answer them. Thank you. Thank you, sir. ഇനി ആശംസകൾക്കുള്ള സമയമായി ആദ്യമായി ആശംസകൾ അർപ്പിക്കാൻ ഭാരത് ധർമ്മ ജനസേന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നു. തുഷാർജി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കുമ്മനംജി, ബഹുമാനപ്പെട്ട ജഡ്ലിജി, പ്രിയപ്പെട്ട റോഡിജി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യക്ഷൻ വളരെ വിശദമായി തന്നെ ഈ വിഷൻ ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ മുഴുവൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജഡ്ലിജിയും കേരളം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു. നമുക്കറിയാം, ഇതുപോലെയുള്ള ഡോക്യുമെന്റുകൾ കഴിഞ്ഞ 6-7 പതിറ്റാണ്ട് കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇടതും വലതും ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ എത്രയോ പ്രാവശ്യം ഇവിടെ നടത്തിയതും
അത് നടന്നു കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോൾ അത് അപ്പോൾ തന്നെ മറന്നു പോകുന്നത് നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇടതുപക്ഷമോ വലതുപക്ഷത്തിനോ ഇവിടെ ഇതുപോലൊരു ഡോക്യുമെന്റ് വെക്കുവാൻ പോലും ചങ്കൂറ്റം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അത് കാണുവാനോ കേൾക്കുവാനോ ഇതുവരെ ഇടതിനും വലതിനും കഴിഞ്ഞിട്ടില്ല. സത്യാവസ്ഥ കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കേരളത്തിൽ പല ഭാഗങ്ങളിൽ ഇന്ന് പ്രത്യേക വിഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആദിവാസിക്കും ഇവിടുത്തെ പിന്നോക്കക്കാരനും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് അത് വിതരണം ചെയ്യുവാൻ ഇന്നുവരെ സർക്കാരുകൾ യാതൊരു ശ്രമവും നടപ്പിലാക്കിയിട്ടുണ്ടായില്ല. ടൂറിസം മേഖല ഉൾപ്പെടെ വ്യാവസായിക മേഖല ഉൾപ്പെടെയുള്ള ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പുതിയ കർമ്മപരിപാടികൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഇത് NDAയ്ക്ക് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്ന സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം, കേരളം തിരിച്ചറിയണം. കാരണം ഇന്ന് UDF സർക്കാർ ഭരിക്കാൻ കയറിയപ്പോൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് 70,000 കോടിയായിരുന്നു കടമെങ്കിൽ ഇന്നത് ഏതാണ്ട് 1,50,000 മുകളിൽ കടമായി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള സംസ്ഥാനത്തിന് ഇവിടെ എല്ലാ വ്യവസായങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പോലും സമരം ചെയ്ത് അടപ്പിക്കുവാനല്ലാതെ ഒരു തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ ഒരു തരത്തിലുള്ള വളർച്ച അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ടൂറിസം മേഖല ഉൾപ്പെടെ കൃഷി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും പടവലങ്ങ പോലെ താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സത്യാവസ്ഥ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർ വയ്ക്കുന്ന പോലെ വയ്ക്കുന്ന ഒരു വിഷൻ ഡോക്യുമെന്റ് അല്ല NDA മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഴുവൻ സഹായവും NDA സർക്കാർ കേരളത്തിൽ വന്നാൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമ്മളെല്ലാവരും ഉണ്ടാവുകയും അതിനോടൊപ്പം വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷനിൽ 16 ദിവസത്തെ കൊണ്ട് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി ആശംസകൾ അർപ്പിക്കാൻ ശ്രീ PC തോമസ്, മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ, ഏറ്റവും ബഹുമാന്യനായ കേരളത്തോട് പ്രത്യേക മമത കാട്ടുന്ന നമ്മുടെ ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി, ഏറ്റവും പ്രിയങ്കരനായ മന്ത്രി ശ്രീ രാജീവ് പ്രതാപ് റൂഡി, വേദിയിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതൊരു പ്രത്യേകതയാണ്. ഒരിക്കലും കാണാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായി കാണാം. ഉദാഹരണത്തിന് 24 മണിക്കൂറും കുടിവെള്ളം ഇങ്ങനെ ധൈര്യമായിട്ട് പറയാൻ UDFന് പറ്റുമോ? LDFന് പറ്റുമോ? അവരൊക്കെ ഭരിച്ചതല്ലേ. 24 മണിക്കൂറും കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടപ്പാക്കാൻ കഴിയാത്ത ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിൽ തയ്യാറാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ചൂട് കഴിഞ്ഞ കാലത്തേക്കാൾ കൂടി വരികയാണ്, അല്ലേ? ഇപ്പൊ 40-42 ഡൽഹിയിൽ പോലും കാണാത്ത ചൂട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ നൂതനമായിട്ടുള്ള ഒരു ആശയമാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു പാർപ്പിട പദ്ധതി വരുന്നു, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. വലിയ വിജയമായിരിക്കും. മന്നത്ത് പത്മനാഭനായ ആരാധ്യനായ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ പേരിൽ ഇതാ സ്കോളർഷിപ്പ്. ഇങ്ങനെ നൂതനമായ വ്യത്യസ്തമായ എല്ലാ മേഖലയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള ഇവിടുത്തെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായികൾക്കും മറ്റ് എല്ലാ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എല്ലാവർക്കും വ്യാപാരികൾക്കും എല്ലാം പ്രയോജനം കിട്ടുന്ന പദ്ധതികൾ ഇതിലുണ്ട് എന്നുള്ളതും പലതും നൂതനമാണ് എന്നുള്ളതും പ്രാക്ടിക്കലാണ് എന്നുള്ളതും ഇവയൊക്കെ നടപ്പാക്കും എന്നുള്ളതുമാണ് നമ്മുടെ ഈ രേഖയുടെ പ്രത്യേകത. മറ്റൊരു വലിയ പ്രത്യേകത, ഈ രേഖ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന ധനകാര്യമന്ത്രി തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അതിനകത്ത് നമുക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളത് വ്യക്തം.
Arun Jaitley ji, we are sure that there will be no dearth of money because you have released this document. And if at all there is any difficulty, we are sure that your help, the help of Modi ji and the government of India will be there, and we will succeed to ensure that that this document is completely done or executed in letter and spirit. ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇരിപ്പുണ്ട്. ശ്രീശാന്ത് ഇവിടെ ഇരിക്കുന്നു, ക്രിക്കറ്റിയർ. ഇവിടെ മുരളീധരൻ ഇരിക്കുന്നു. നമ്മുടെ കൃഷ്ണദാസ് ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ, കാൻഡിഡേറ്റ്സ് ആർ ഹിയർ. ഐ ആം ഷുവർ യു ക്യാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ഡോക്യുമെന്റുമായിട്ട് ഇറങ്ങിച്ചെല്ലാം. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്ന് വന്നാൽ അതിൽ കൂടുതലൊന്നുമില്ല. കൃഷിക്ക് തന്നെ പ്രത്യേകമായ ബഡ്ജറ്റ് LDFന്റെ പത്രികയിലില്ലല്ലോ, UDFന്റെ പത്രികയിലില്ലല്ലോ. UDFന്റെ ഭരണകാലത്ത് പ്രത്യേകമായിട്ട് കൃഷിക്ക് വേണ്ടി ഒരു വലിയ ആക്കം കൂട്ടുന്ന പദ്ധതി എന്നുള്ള നിലയിൽ അവർ നിയോഗിച്ച കൃഷ്ണൻകുട്ടി കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ പ്രകടന പത്രികയിലില്ല, ഇന്നേ വരെ നടപ്പാക്കിയിട്ടില്ല, ഇനി ജയിച്ചാലും നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അത് ഒഴിവാക്കിയിരിക്കുകയല്ലേ. റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് ഇന്ത്യൻ പാർലമെന്റിലുള്ളതുപോലെ കൃഷിക്ക് പ്രത്യേക ബഡ്ജറ്റ്. ഇതൊന്നും നടപ്പാക്കാത്ത കാര്യമൊന്നുമല്ല, നടപ്പാക്കില്ലാത്ത കാര്യമൊന്നുമല്ല. യെദ്യൂരപ്പ ഗവൺമെന്റ് കർണാടകയിൽ നടപ്പാക്കി. TRS ഗവൺമെന്റ് NDAയുടെ ഘടകകക്ഷി ഇപ്പോൾ സീമാന്ധ്രയിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ ഇത് നടപ്പാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. കുറെ കഴിഞ്ഞ് there is a program, Arun Jaitley ji, that we will execute or we will bring out a separate budget for agriculture in the assembly. We will be very, very grateful that in due course this matter will be taken up by the centre also, so that a separate budget just like railways will come up also in the parliament. I am sure a study is going to be made on this very, very important, new and very practical aspect which will make the country grow to a very, very great height. അങ്ങനെ കൃഷിക്കും വ്യവസായത്തിനും എല്ലാത്തിനും അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്രയാ 1000 സ്റ്റാർട്ടപ്പുകൾ. UDFന്റെയും ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടോ, അവരെന്തുദ്ദേശിച്ചാണ് പറയുന്നത് എന്നൊന്നുകൂടി നോക്കണം. പക്ഷെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ല, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ 1000 പ്രോഗ്രാം നടപ്പാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയോ വ്യക്തമായിട്ടാണ്. ഞാനിനിയും ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിന്റെ കുറവ് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന ഓരോന്നും ഞങ്ങൾ നടപ്പാക്കും. 71 സീറ്റിൽ കൂടുതൽ നേടിക്കൊണ്ട് കേരള ഭരണം നമ്മൾ നേടിയെടുക്കാം.